എന്ത് ബൺ മസ്ക്? സമയം എത്രയോ ആയി, രാത്രിയായി, നമുക്ക് കിടക്കല്ലേ. ഒറ്റ ഒന്ന്. അപ്പോൾ ഉറക്കൊക്കെ മാറ്റി വെച്ച് ഞാൻ ബൺ മസ്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. കുറേ ആയില്ലേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ എന്നെപ്പോലെ ഓലും ആ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ എന്നോട് പറയലുണ്ട് ഇത് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ഇനി ഏതായാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ അല്ലേ. ബൺ മസ്ക് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ഇറാനി ചായ ഉണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇറാനി ചായ ഇപ്പം ഉണ്ടാക്കുന്നില്ല, അത് പിന്നീട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ബണ്ണുകൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗവും ചൂടാക്കി എടുത്തിട്ട് അതവിടെ മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ ഫ്രിഡ്ജിൽ നിന്നൊന്ന് മാറ്റി വെച്ചാൽ പെട്ടെന്ന് മെൽറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്നൊന്ന് പുറത്ത് വെച്ചാലും മതി. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം രൂപത്തിൽ ആക്കിയെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഈ ബൺ മസ്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. വലിയ പണിയൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് നമ്മളെ മടി നമ്മളൊന്നിനും സമ്മതിക്കൂലല്ലോ, അങ്ങനെ അത് നീണ്ട് പോയതാണ് കേട്ടോ. ബട്ടറൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ബന്നെടുക്കുക. എന്നിട്ട് നടു ഒന്നിങ്ങനെ കീറി കൊടുത്തിട്ട് അതിലേക്ക് നല്ലോണം വാരി തേച്ച് കൊടുക്കുക ആ ക്രീമൊക്കെ. എന്നിട്ട് സൈഡിലും കൂടി ഒന്ന് തേച്ച് കൊടുത്താൽ നമ്മളെ ബൺ മസ്ക് ഇവിടെ റെഡിയായി. ഇത്ര പണിയുള്ളൂ. ഇതിപ്പോൾ തിന്ന് നോക്കിയാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയുള്ളൂ കേട്ടോ. നമ്മൾ ട്രെൻഡിങ് ആക്കി എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാകില്ല. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കുകയില്ല. ബട്ടറൊക്കെ ഇഷ്ടമുള്ളവർക്ക് പിടിക്കൂലേ. പക്ഷേ എൻ്റെ കാര്യത്തിലേക്ക് നല്ല ഡൗട്ടുണ്ട്, ഇത് ടേസ്റ്റ് ഉണ്ടാകുമോ, എനിക്കിത് ഇഷ്ടപ്പെടുമോ നോക്കാം. ഏതായാലും ഉണ്ടാക്കി കഴിച്ചിട്ട് നോക്കാം. ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ച മിൽക്ക് മെയ്ഡ് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടോ. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറാനി ചായ അല്ലാത്ത ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. തുള്ളിച്ചാടിയൊക്കെയാണ് ഓരോരുത്തർ വരുന്നത്. തിന്ന് കഴിഞ്ഞാൽ കാണാം ഇതിപ്പോൾ എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളത്. അവസാനം ബൺ മസ്കിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് കൊച്ചുവിനും അമ്ലുവിനും നല്ല ഇഷ്ടപ്പെട്ടിട്ട്, മോളൂസിന് വലിയൊരു ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ബട്ടറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അല്ലാത്തവർ വെറുതെ ട്രൈ ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി.